നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. 10% ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കിടെ വ്യാപാര യുദ്ധം ആർക്കും ഗുണകരമല്ലെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഡൌണിംഗ് സ്ട്രീറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ചർച്ചകളിലൂടെയുള്ള സമീപനമാണ് ശരിയായ വഴിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഖ്യരാജ്യങ്ങൾക്കെതിരെ താരിഫ് പ്രയോഗിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ഉചിതമായ മാർഗമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെയും ഡെൻമാർക്കിന്റെയും അവകാശമാണെന്ന നിലപാട് സ്റ്റാമർ വീണ്ടും ആവർത്തിച്ചു. തത്വങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നും എന്നാൽ UK-US ബന്ധത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രായോഗിക സമീപനം സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആഴ്ച ഡാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം സമ്മേളനത്തിനായി ട്രംപ് എത്തുമ്പോൾ ഗ്രീൻലാൻഡ്സിന്റെ ഭാവിയെക്കുറിച്ച് യൂറോപ്യൻ നേതാക്കൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്യും എന്നുള്ള വാർത്തകളുമുണ്ട്. യൂറോപ്യൻ യൂണിയൻ ടെഡ് ബസൂക്ക പ്രയോഗിക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സൂചന നൽകിയിരുന്നു. വ്യാപാര യുദ്ധത്തിന്റെ പരസ്പര നഷ്ടത്തെക്കുറിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഡാവോസിലേക്ക് സ്റ്റാമർ പോകുമോ എന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും സാഹചര്യം അനുസരിച്ച് അത് പരിഗണിക്കപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കണമോ എന്നതിനെക്കുറിച്ച് മന്ത്രിമാർ പൊതുകൂടിയാലോചന ആരംഭിച്ചു. തിങ്കളാഴ്ചയാണ് ടെക്നോളജി സെക്രട്ടറി ലീസ് കിൻഡൽ കൺസൾട്ടേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം തടയുവാൻ ലക്ഷ്യമിട്ട നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം. നാളെ കുട്ടികളുടെ ക്ഷേമവും സ്കൂളുകളും സംബന്ധിച്ച ബില്ലിലെ ഭേദഗതിക്ക് അംഗങ്ങൾ വോട്ട് ചെയ്യുവാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സർക്കാർ പ്രഖ്യാപനം. ബിൽ പാസായാൽ ഒരു വർഷത്തിനുള്ളിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പാക്കുവാനാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സോഷ്യൽ മീഡിയ നിരോധന ആശയത്തോട് തുറന്ന മനസ്സോടെയാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഡിസംബറിൽ നിരോധനം നടപ്പിലാക്കിയ ഓസ്ട്രേലിയയിലെ നടപടികളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ വോട്ടെടുപ്പിൽ നിരവധി ലേബർ പാർട്ടി അംഗങ്ങൾ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് സൂചന. ഇതിനിടെ 61 ലേബർ എംപിമാർ സ്റ്റാർമറിന് കത്തയച്ച് അവരുടെ പിന്തുണ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നഴ്സറികളിൽ CCTV നിർബന്ധമാക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നഴ്സറി ജീവനക്കാരനായ വിൻസെന്റ് ചാൻ കുറ്റം സമ്മതിച്ചതോടെയാണ് ഈ നീക്കം. തിങ്കളാഴ്ച പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിൽ സംസാരിച്ച വിദ്യാഭ്യാസ മന്ത്രി ഒലിവിയ ബെയ്ലി CCTV നിർബന്ധമാക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിഗണിച്ചു വരികയാണെന്ന് വ്യക്തമാക്കി. നിലവിൽ പുരോഗമിക്കുന്ന അവലോകനത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം. അതേസമയം നഴ്സറികളിൽ CCTV ദൃശ്യങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള കുട്ടിപീഡനത്തിലേക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ CCTV ഉപയോഗത്തെക്കുറിച്ച് മേഖലയ്ക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുവാൻ ഒരു ഉപദേശക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. UK-യിലുടനീളം ആകാശത്ത് വിസ്മയങ്ങൾ തീർത്ത് അറോറ ബോറിയാലിസ്. തിങ്കളാഴ്ച വൈകുന്നേരം സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലെയും തെക്കു പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ, വടക്കൻ ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിലും അറോറ ബോറിയാലിസിസ് അഥവാ നോർത്തേൺ ലൈറ്റ്സ് പ്രതിഭാസം ആകാശത്തെ മനോഹരമാക്കി. സൌരോർജ്ജ സ്ഫോടനങ്ങൾ ഭൂമിയിലേക്ക് കണികകളെ അയക്കുകയും അന്തരീക്ഷത്തിലെ കണികകളുമായി പ്രതിപ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അറോറ ബോറിയാലിസിസ് എന്നറിയപ്പെടുന്ന ഈ പ്രകൃതി പ്രതിഭാസം ഉണ്ടാകുന്നത്. സാധാരണയായി ആർട്ടിക് സർക്കിളിന്റെ സമീപമുള്ള പ്രദേശങ്ങളിലാണ് നോർത്തേൺ ലൈറ്റ്സ് കൂടുതലായി ദൃശ്യമാകുന്നത്. എന്നാൽ സൂര്യപ്രവർത്തനം ശക്തമാകുന്ന സമയങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിലേക്കും ഈ പ്രതിഭാസം വ്യാപിക്കാറുണ്ട്. UK-യിലുടനീളം വ്യാപകമായി ദൃശ്യമാകുന്ന അറോറകൾക്ക് കാരണമായത് തീവ്രമായ ജിയോ മാഗ്നറ്റിക് സ്റ്റോംസ് ആണെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. ഈ പ്രതിഭാസം വടക്കൻ ഇറ്റലി വരെ ദൃശ്യമായി എന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതായി മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. ഇന്നും സ്കോട്ട്ലൻഡിന്റെയും നോർത്തേൺ അയർലൻഡിന്റെയും ചില ഭാഗങ്ങളിൽ നോർത്തേൺ ലൈറ്റ്സ് ദൃശ്യമാകുവാൻ സാധ്യതയുണ്ടെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. ന്യൂബറിയിലെ കെന്നറ്റ് നദീക്കരയിൽ 20-ലധികം സ്വാൻസിനെ ചത്ത നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ സംഭവം പക്ഷിപ്പനി മൂലമാണെന്ന് സംശയം. ബെർക്ക്ഷയറിലെ കെന്നറ്റ് നദിയിൽ കുറഞ്ഞത് 23 പക്ഷികളെയെങ്കിലും ചത്തതായി സ്വാൻ സപ്പോർട്ട് റെസ്ക്യൂ ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂബറിയിൽ കണ്ടെത്തിയ നിരവധി പക്ഷികളെ അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്ന് ആനിമൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് ഏജൻസി അറിയിച്ചു.
പോർട്സ്മത്തിലും സമാനമായ സംഭവങ്ങൾ സന്നദ്ധ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ പ്രദേശങ്ങളിലുടനീളം രോഗം വ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. രോഗവ്യാപന സാധ്യത കുറയ്ക്കുന്നതിനായി വ്യക്തിഗത സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ചത്തതോ രോഗബാധിതമായതോ ആയ പക്ഷികളെ സ്പർശിക്കുകയോ എടുത്തുകളയുകയോ ചെയ്യരുത്. വന്യപക്ഷികളുടെ മലമൂത്രങ്ങളോ തൂവലുകളോ സ്പർശിച്ചാൽ അവയ്ക്ക് ഭക്ഷണം നൽകിയാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകണമെന്നും മുന്നറിയിപ്പുണ്ട്. പക്ഷിപ്പനി മനുഷ്യരെയും മറ്റ് സസ്തനികളെയും ബാധിക്കുവാനുള്ള സാധ്യത കുറവാണെങ്കിലും വ്യക്തിശുചിത്വം പാലിക്കണമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ പക്ഷിപ്പനി വകഭേദമായ ഹൈലി പത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ ബാധിച്ച പക്ഷികളിൽ തലവീക്കം, കണ്ണുകളിൽ വെള്ളം ഒഴുകുക, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടുമെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. നാഗ്പൂരിൽ വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ അവസാന പരമ്പര കൂടിയാണ് ന്യൂസിലാൻഡുമായി നടക്കുന്നത്. ലോകകപ്പിനുള്ള ഒരുക്കം കൂടി മുൻനിൽക്കെ ഇന്ത്യ ഇറങ്ങുന്നത് 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഏകദിന പരമ്പരയിൽ നനച്ചിരിക്കാത്ത പരമ്പര നഷ്ടം മറികടക്കുവാനും 2020 സ്ക്വാഡിനെ കുറ്റമറ്റതാക്കുവാനുള്ള പരമ്പര എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ 2020 പരമ്പരയ്ക്ക്. യുക്മ നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സമ്മേളനവും രാജ്യാന്തര നഴ്സസ് ദിനാഘോഷവും മെയ് 9 സംഘടിപ്പിക്കുന്നു. രാജ്യത്തുടനീളമുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നഴ്സിംഗ് മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡികളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാജ്യാന്തര നഴ്സിംഗ് ദിനം മെയ് 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നഴ്സസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രൊഫഷണൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നഴ്സിംഗ് രംഗത്തെ നേതൃത്വം, അറിവ് പങ്കിടൽ, പ്രൊഫഷണൽ വികസനം എന്നിവ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നഴ്സിംഗ് പ്രാക്ടീസിലും വിദ്യാഭ്യാസത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നവീകരണ ടെക്നോളജികളും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും. ഡിജിറ്റൽ ഹെൽത്ത്, സ്മാർട്ട് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ കൂടാതെ ടെക്നോളജി അധിഷ്ഠിത ആരോഗ്യ സംവിധാനങ്ങളിൽ നഴ്സുമാരുടെ ഭാവി പങ്ക് എന്നിവയും വിശദമായി അവതരിപ്പിക്കും. നിയമസഭയിൽ അസാധാരണ നീക്കവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തുകയും വായിക്കാതെ വിടുകയും ചെയ്ത ഭാഗങ്ങൾ മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചു. ഗവർണർ കേന്ദ്ര വിമർശനം വായിക്കാതെ വിട്ടതോടെ എതിർപ്പുമായി പിണറായി രംഗത്തെത്തുകയായിരുന്നു. സ്പീക്കറും ഗവർണറുടെ നീക്കത്തിൽ പ്രതികരിച്ചു. ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങളും അംഗീകരിക്കണമെന്നും സർക്കാർ അംഗീകരിച്ച പ്രസംഗം മുഴുവൻ വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന ഭാഗമാണ് ഗവർണർ വായിക്കാതെ വിട്ടത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് വൻ ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ ഏജന്റുമാർ മുഖേന മൈസൂരിൽ നിന്ന് ലൈസൻസ് തരപ്പെടുത്തുന്ന സംഘം വടക്കൻ കേരളത്തിൽ സജീവമാണ്. മൈസൂരിൽ നിന്നും സംഘടിപ്പിക്കുന്ന ലൈസൻസിൽ മേൽവിലാസവും ഒപ്പും ഫോട്ടോയും മാറ്റി കേരളത്തിലെ ലൈസൻസാക്കി മാറ്റുവാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങിയതായും കർശന നടപടിയുണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ബലാത്സംഗ ആഹ്വാനവുമായി BJP പ്രവർത്തക രംഗത്ത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജയ് മാരാരാണ് ബലാത്സംഗാഹ്വാനവുമായി രംഗത്തെത്തിയത്. വീഡിയോയിലൂടെയായിരുന്നു ഇയാളുടെ ആഹ്വാനം. യുവതിയെ പിന്തുണച്ചവർക്കെതിരെയും ഇയാൾ മോശം പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.